ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയ സിനിമയാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ഈ സിനിമയുടെ പ്രധാന അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും: സംവിധാനം ഹരിഹരൻ, തിരക്കഥ ടി വാസുദേവൻ നായർ, പ്രധാന അഭിനേതാക്കൾ ജോമോൾ, ചഞ്ചൽ, ശരത് ദാസ്, വത്സല മേനോൻ, നിർമ്മാണം PV ഗംഗാധരൻ. ജോമോളിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ദേശീയ തലത്തിൽ സ്പെഷ്യൽ ജൂറി പരാമർശവും ഈ സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട്. മികച്ച ഓഡിയോഗ്രഫിക്കുള്ള ദേശീയ പുരസ്കാരം K. സമ്പത്തിനും ലഭിച്ചു. ഗ്രാമീണമായ പശ്ചാത്തലവും മിത്തുകളും കൗമാര മനഃശാസ്ത്രവും ഒത്തുചേരുന്ന ഒരു സിനിമയാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. മലയാളത്തിലെ ഒരു ക്ലാസിക് സിനിമയായി ഇന്നും ഇത് കണക്കാക്കപ്പെടുന്നു. ടിയുടെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പ്രമേയം: ഒരു നായർ തറവാട്ടിലെ ഒറ്റപ്പെട്ടുപോയ 9ാം ക്ലാസ്സുകാരിയായ ജാനകിക്കുട്ടിയുടെ കൗമാരകാലത്തെ സംഘർഷങ്ങളും ഭാവനാലോകവുമാണ് വിഷയം. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും സവിശേഷമായ കൗമാര കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലെ ജാനകി. ടി വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന ഈ കഥാപാത്രം ഒരു പെൺകുട്ടിയുടെ ഏകാന്തതയെയും അവളുടെ ഭാവനാലോകത്തെയും അതിമനോഹരമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ തറവാട്ടിലെ അംഗമാണെങ്കിലും ജാനകി അവിടെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയാണ്. മുതിർന്നവരുടെ കലഹങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, സ്വന്തം വീടിനുള്ളിൽ തന്നെ ഒരു അന്യയെപ്പോലെ കഴിയുന്ന കുട്ടിയാണ് അവൾ. ഈ ഒറ്റപ്പെടലാണ് അവളെ ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥ ലോകത്തേക്കാൾ ജാനകി ഇഷ്ടപ്പെടുന്നത് മുത്തശ്ശി പറഞ്ഞുകൊടുത്ത കഥകളിലെ യക്ഷികളെയും ഗന്ധർവന്മാരെയുമാണ്. വായനയിലൂടെയും കേട്ടുകഥകളിലൂടെയും അവൾ തൻ്റേതായ ഒരു മാന്ത്രിക ലോകം പണിഞ്ഞെടുക്കുന്നു. ആ ലോകത്ത് അവളാണ് നായിക. കാവിനുള്ളിലെ കുഞ്ഞാത്തോൽ എന്ന യക്ഷിയെ ജാനകി കണ്ടെത്തുന്നത് തൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കാനാണ്. മറ്റുള്ളവർ പേടിയോടെ കാണുന്ന യക്ഷിയെ ജാനകി തൻ്റെ ആത്മമിത്രമായി കണക്കാക്കുന്നു. ജാനകിയുടെ തന്നെ മനസ്സിൻ്റെ മറ്റൊരു പ്രതിഫലനമായിട്ടാണ് കുഞ്ഞാത്തോലിനെ നാം മനസ്സിലാക്കേണ്ടത്. മുറച്ചെറുക്കനായ ഭാസ്കരനോട് ജാനകിക്കുള്ള ഇഷ്ടം തികച്ചും നിഷ്കളങ്കമാണ്. എന്നാൽ ആ പ്രണയത്തിലും ഒരുതരം കൗമാര സ്വപ്നങ്ങളുടെ അതിപ്രസരം കാണാവുന്നതാണ്. തൻ്റെ സ്വപ്നങ്ങൾക്ക് വിഘാതം നിൽക്കുന്നവരെ കുഞ്ഞാത്തോലിനെ കൊണ്ട് ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ജാനകിയിൽ കുട്ടിക്കാലത്തെ വാശിയും പ്രകടമാണ്. ജോമോളിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷമാണ് ജാനകിക്കുട്ടി. വലിയ കണ്ണുകളുള്ള, നിഗൂഢതയും നിഷ്കളങ്കതയും ഒരേപോലെ തുളുമ്പുന്ന ആ മുഖം ജാനകിക്കുട്ടി എന്ന കഥാപാത്രത്തിന് പൂർണ്ണത നൽകി. ഈ പ്രകടനത്തിലൂടെയാണ് അവർക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത്. സിനിമയുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഭാവനയും യാഥാർത്ഥ്യവും. ഏകാന്തത അനുഭവിക്കുന്ന ഒരു കുട്ടി തൻ്റെ സങ്കടങ്ങളിൽ നിന്നും അവൾ അനുഭവിക്കുന്ന അവഗണനകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു സാങ്കല്പിക ലോകം എത്തരത്തിലാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചിത്രം മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീപക്ഷപരമായ വായന ഈ സിനിമയിൽ നടക്കുന്നുണ്ട്. തറവാട്ടിലെ സ്ത്രീകളുടെ ആധിപത്യവും അവർക്കിടയിലെ മത്സരങ്ങളും ജാനകിക്കുട്ടിയുടെ കണ്ണിലൂടെ വായനക്കാർക്ക്, ആസ്വാദകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പുരുഷന്മാർ പലപ്പോഴും സാമ്പത്തിക സ്രോതസ്സുകൾ മാത്രമായി ഒതുങ്ങുന്ന ഒരു അന്തരീക്ഷം അവിടെ കാണാവുന്നതാണ്. ജാനകിക്കുട്ടി പലപ്പോഴും പ്രേക്ഷകരോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു രീതി കാണാം. മലയാള സിനിമയിൽ അക്കാലത്ത് പുതുമയുള്ളൊരു പരീക്ഷണമായിരുന്നു ഇത്. ഒരു തരത്തിൽ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് നമുക്കിതിനെ പറയാം. അതുപോലെ സിനിമയിലെ യക്ഷി പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. സാധാരണ പേടിപ്പെടുത്തുന്ന രക്തദാഹിയായ യക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി ജാനകിക്കുട്ടിയുടെ കുഞ്ഞാത്തോൽ അവൾക്ക് സ്നേഹവും സംരക്ഷണവും നൽകുന്ന ഒരു സുഹൃത്താണ്. കുഞ്ഞാത്തോൽ എന്ന് പറയുന്നത് ജാനകിക്കുട്ടിയുടെ ഏകാന്തതയിൽ നിന്നും ഭാവനയിൽ നിന്നും പിറവിയെടുത്തതാണ്. ജാനകിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു രഹസ്യ കൂട്ടുകാരി. ചഞ്ചൽ അവതരിപ്പിച്ച ഈ കഥാപാത്രം വെളുത്ത വസ്ത്രവും സുഗന്ധവും നിറഞ്ഞ അതിമനോഹരമായ രൂപമായാണ് വരുന്നത്. ഭയത്തിന് പകരം ആരാധനയും കൗതുകവുമാണ് കുഞ്ഞാത്തോൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത്. ജാനകിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള എന്നാൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് തന്നോട് ദേഷ്യം കാണിക്കുന്നവരെ ശിക്ഷിക്കുക പോലുള്ളവ,
കുഞ്ഞാത്തോല് വഴി അവൾ സാധിച്ചെടുക്കുന്നു. യഥാർത്ഥത്തിൽ ജാനകിയുടെ മനസ്സിൻ്റെ തന്നെ മറ്റൊരു പതിപ്പാണിത്. വായനക്കാരുടെയും പ്രേക്ഷകരുടെയും ഒരുപോലെ ആകർഷിച്ച ഈ കഥാപാത്രം ജാനകിക്ക് ഒരു കാവൽ മാലാഖയെ പോലെയാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജാനകിയുടെ കൗമാരകാലത്തെ ഭ്രമങ്ങളെയും പേടികളെയും കുഞ്ഞാത്തോൽ പ്രതിനിധീകരിക്കുന്നു.